ഹല്ലേലൂയ. നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദൈവത്തെ ആരാധിക്കാൻ നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ സഭാപ്രാസംഗികൻ 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം, സൂക്ഷ്മത വേണം. 2, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണം. നീ ബലിയർപ്പണത്തിന് പോകുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കണം. അല്ലാണ്ട് നീ അകലെയല്ല, നീ മോന്തപത്തലല്ല, പള്ളിയുടെ മോന്തപത്തലല്ല, റോഡിലല്ല നിൽക്കേണ്ടത്, അടുത്ത് ചെല്ലണം. പിന്നീട് അങ്ങനെ അടുത്ത് ചെല്ലാത്തവൻ്റെ ബലിയർപ്പണം വിഡ്ഢിയുടെ ബലിയർപ്പണമാണ്. വിഡ്ഢിയുടെ ബലിയർപ്പണം. അവർ വിഡ്ഢികളാണ്, അവർ ഭോഷന്മാരാണെന്ന് അടുത്ത വചനം പറയുകയാണ്. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. അപ്പോൾ അകലെ നിന്ന് ആർക്കും വേണ്ടാത്ത പോലെ ഒരു ചടങ്ങിനാണ് നീ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ബലിയർപ്പിക്കുന്നതെങ്കിൽ, തീർച്ചയായും നീ ദൈവത്തിൻ്റെ മുമ്പിൽ വിഡ്ഢിയും ഭോഷനുമാണ്. നിൻ്റെ ബലിയർപ്പണം ദൈവം സ്വീകരിക്കില്ല. മറ്റൊന്ന്, യെശയ്യാ പ്രവാചക പുസ്തകം 66:2, ആത്മാവിൽ എളിമയുണ്ടായിരം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എളിമയുള്ള മനസ്സോട് കൂടി ദൈവത്തെ പോകണം. അനുതാപം, ഞാൻ പാപം ചെയ്തു പോയി, ദൈവമേ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വേണം നീ ദേവാലയത്തിൽ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ. പിന്നെ വചനത്തെ ബഹുമാനത്തോടെ കാണണം. വചനം കേൾക്കുമ്പോൾ കൈ കെട്ടി നിൽക്കുക, കൈ പിറകിൽ കെട്ടി നിൽക്കുക, അങ്ങനെയല്ല നീ ചെയ്യേണ്ടത്. അത് ദൈവത്തിന് സ്വീകാര്യമല്ല, അത് ദൈവത്തിന് നീ അവഹേളിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ചെല്ലുമ്പോൾ നീ ആത്മാവിൽ എളിമ, അനുതാപം, വചനത്തെ ഭയബഹുമാനത്തോടു കൂടി കാണണം. മറ്റൊന്ന്, നീ ക്ഷമ ചോദിച്ചു വേണം ദൈവത്തോട് ബലിയർപ്പണത്തിൽ നിൻ്റെ പ്രതിയോഗി, നിൻ്റെ ശത്രുവിനോട് നീ ക്ഷമിക്കണം. അല്ലാത്ത ബലിയർപ്പണം നിഷ്ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.